അപ്പോൾ നമ്മൾ എടക്കൽ കേവിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് 6-ാം നമ്പർ പാർക്കിങ്ങിലാണുള്ളത്. ഇവിടെ ഇപ്പം 10-ാം നമ്പർ, 9-ാം നമ്പർ, 8-ാം നമ്പർ, 7-ാം നമ്പർ അങ്ങനെ പല പല ഏരിയകളുടെ പാർക്കിംഗ് ഉണ്ട്. ഇത് ഞങ്ങൾ 6-ാം നമ്പർ പാർക്കിങ്ങിലാണ് നമ്മുടെ വണ്ടി കൊണ്ടുവച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഏതോ ഒരു മലയാണ് ഈ എടക്കൽ കേവ് ഒക്കെ വരുന്നത് കേട്ടോ. അവളുടെ മുടിയെല്ലാം നശിപ്പിച്ചു. ഇനിയിപ്പോൾ മുടി കെട്ടി 1/2 മണിക്കൂർ കളയും. ഒന്നാമത് താമസിച്ചു, വേഗം വരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവിടെ കയറുന്നതിന് നമുക്ക് ആദ്യം പാർക്കിംഗ് ഫീ എത്രയായിരുന്നു? 50 രൂപ അല്ലേ? 50 രൂപയാണ് നമ്മൾ പാർക്കിംഗ് ഫീ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് ഇവിടുന്ന് നടക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളും കാറുകളും എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ പാർക്കിങ്ങിലും നിറച്ച് വാഹനങ്ങളാണ്. വേഗം ബാ, ഉള്ള സൗന്ദര്യമൊക്കെ മതി, വേഗം ബാ ഇങ്ങോട്ട്. ഏതായാലും ഒരു തൊപ്പി കിട്ടി കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? വീട്ടിൽ നിന്ന് കൊണ്ടതാ. 2 വർഷം 3 വർഷം പഴക്കമുണ്ട്. കാശ് നോക്കിയില്ല, 150 രൂപയായി. ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ മുഴുവൻ ഇഷ്ടംപോലെ തൊപ്പിയും ആവയും കൂളിംഗ് ഗ്ലാസും എല്ലാം കിട്ടുന്ന സ്ഥലമാണേ. തേനിലിട്ട് നെല്ലിക്ക. തേൻ നെല്ലിക്ക പൈസ അത് കയ്യിലെടുത്തോ. ഇത് പാർക്കിംഗ് നമ്പർ 4 ആണ് കേട്ടോ. ഓരോ ഏരിയ നല്ല അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ. ഓരോ ഏരിയയിൽ ഇങ്ങനെ പാർക്കിംഗ് മിക്കവാറും 1 വരെ കാണുമായിരിക്കും. പാർക്കിംഗ് 1 വരെ കാണുമായിരിക്കും. പാർക്കിംഗ് നമ്പർ 4. ഞാൻ പാർക്കിംഗ് നമ്പർ 6-ലാണ് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ ടൗൺ ആണേ. ഈ കുന്നും പ്രദേശത്തുള്ള ടൗൺ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന ഗേറ്റ് തൊട്ടാണ് ശരിക്കും ഔദ്യോഗികമായിട്ട് ഗുഹയിലേക്കുള്ള നടത്തം ആരംഭിക്കുന്നത് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററോളം ഇവിടുന്ന് നല്ല കയറ്റം കയറണം. ഇങ്ങനെ ഗുഹയുടെ ആരംഭത്തിൽ തന്നെ നമ്മളൊരു ഷോപ്പ് കണ്ടേ. ഷോപ്പിൻ്റെ പേരാണ് നോക്കട്ടെ, ലൈവ് ചിപ്സ്. ഓക്കെ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിപ്സ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ കേട്ടോ. ഞാനിവിടെ ഒരെണ്ണെടുത്ത് നേരത്തെ കഴിച്ചു നോക്കിയാൽ നല്ല അടിപൊളിയാണ്. താങ്ക് യു കേട്ടോ. 100 രൂപ. ഓക്കെ. ഇവർ താഴെ തൊട്ട് തീറ്റയും പരിപാടിയായിട്ട് ഇങ്ങനെ വരും കേട്ടോ. എടുത്ത് മേടിച്ചു ഇന്നാ അല്ല ചക്കപ്പ പുറത്തതാണോ? അല്ല, ഇത് കിടക്കാച്ച സാധനം, നല്ല അടിപൊളി സാധനം. അയ്യോ, മലയാറ്റൂർ മല കയറുന്നതൊക്കെ ഞാൻ കഷ്ടമായി കേട്ടോ. വേമേം കയറിക്കോ. ഓ, ഇവിടെ നേർച്ച കിടണോ കയറി പോകുമ്പോ? അപ്പോൾ എൻ്റെ ഇൻട്രോ കൊടുക്കാൻ മറന്നുപോയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടംപോലെ ആളുകളുണ്ടേ. പിള്ളേര് ഭക്ഷണത്തിന് വേണ്ടി കാത്തുകെട്ടി നിൽക്കുക. ഇങ്ങോട്ട് പോരുന്ന ഒരിക്കലും ചെറിയ ഇതുപോലത്തെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഷോപ്പിൽ ഏറ്റവും കൂടുതലുള്ളത് നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക, തേനിലിട്ട നെല്ലിക്ക, പിന്നെന്താ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, ഇതേപോലെ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വലിയൊരു ഉത്സവത്തിന് വന്ന ആളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ആളുകളുടെ തിരക്ക് ഇന്ന് വളരെ കൂടുതലാണ്. അതുകൊണ്ടോ റോഡ് നിറഞ്ഞാണ് ആളുകൾ വരുന്നത്. ഇത് മലയാളികൾ മാത്രമല്ല, ഹിന്ദിക്കാർ, ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. ഇവിടെ എല്ലാ വഴിക്കും ഉണ്ടല്ലോ. എൻ്റെ മോനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കുരങ്ങന്മാരുടെ കളിയാണ്. നമ്മൾ നേരത്തെ ആ പാർസൽ ചിപ്സ് മേടിച്ചല്ലോ, ആ ചിപ്സ് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്കൻ ചാടിപ്പോയി. കുരങ്ങച്ചൻ. ഒരുപാട് ആളുകളാണ് വരുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ. എന്നെപ്പോലുള്ളവർക്ക് ഇതിൽ വരുന്ന ശരിക്കും അടിപൊളിയാണ്. ഷുഗറൊക്കെ നോർമലാവും കണ്ടോ. ഇന്നിമത്തൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടതും ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ.
ഇവിടെ അമ്പയത്ത് നടക്കണം കേട്ടോ. വയനാടിന്റെ ആയോധന കലയാണ് അമ്പയത്ത്. ശബാഷ്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച താഴെ തൊട്ട് ഏകദേശം 1 കിലോമീറ്റർ ഇങ്ങ് വരെ ഉണ്ടല്ലോ ഫുള്ള് കടകളാണ്. നമ്മളില്ല ഉത്സവ ചന്ത ചെല്ലുന്ന അതേ ഒരവസ്ഥയാണേ. പക്ഷേ ഈ വയനാടിൻ്റെ തനതായ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സുഗന്ധവ്യഞ്ജനങ്ങൾ പല പല ഐറ്റംസ് എല്ലാം ഇവിടെയൊക്കെ വിൽക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കിട്ടാൻ ഫ്രഷ് സാധനങ്ങൾ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നാളെ പോകുമ്പോൾ വേണം കുറച്ച് മേടിച്ചുകൊണ്ട് പോകാൻ. ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ടിക്കറ്റിന് ഉണ്ടാവും വില ഉണ്ടാവും. മുതിർന്ന ആളുകൾക്കെല്ലാം 50 രൂപ, കുട്ടികൾക്കൊക്കെ 30 രൂപ. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടത്തോട്ട് മുകളിലോട്ട് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് സ്റ്റെപ്പുകളാണ് കേട്ടോ. പക്ഷെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. കല്ല് പാകിയിട്ടില്ല, കല്ലിങ്ങനെ പാകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റെപ്പുകളാണ് മൊത്തം. ചുറ്റോട് ചുറ്റും ശരിക്കും നിബിഡ വനങ്ങളെ പോലെ ഇഷ്ടംപോലെ മരങ്ങളാണ്. പിന്നെ കാപ്പിത്തോട്ടാണ്, കാപ്പി. ഉണ്ടോ? ഇതെല്ലാം കാപ്പിക്കുരുണ്ട്. ഇതെല്ലാ ദിവസം രാവിലെ ഇവിടെ അടിച്ചു വരുന്നുണ്ട് തോന്നുന്നല്ലേ? ആ പൊന്മല കയറ്റം എടുത്തു വെച്ച കയറ്റം കേട്ടോ, എടുത്തു വെച്ച കയറ്റം. എന്ത് റിസ്ക്കാന്ന് അറിയാം ഇതിൽ കയറാൻ. എന്താ ദൈവമേ, ഇത് ഗുണാക്കേവ് തോറ്റു പോകും കേട്ടോ. നിസ്സാരമാണ്. കയറിക്കോ കയറിക്കോ. ഇറങ്ങിക്കോ ഇങ്ങോട്ട്. ഇപ്പൊക്കെ വീഴാതെ ഇറങ്ങിപ്പോ. സീനാണ് മോനെ, സീനാണ്. അടിപൊളി സ്ഥലം. പൊളിയാണ്, പൊളിയാണ്. ഇവിടെ നിന്ന് ഇട്ട് നനയില്ല കേട്ടോ. ഏത് കോൺക്രീറ്റ് വീടിനെ കഴിഞ്ഞാലും അടിപൊളി ഏരിയ. ആറാതന്നെ പൊക്കോ 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 പൊക്കോ. പിടിച്ച് പിടിച്ച് കയറിക്കോ. ഇടിയൊന്നുമില്ല. ഇങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി. ശ്വാസമൊന്നും കിട്ടുന്നില്ല അമ്മേ. ഒരു പരുവായി. ഞാൻ ആദ്യം വിചാരിച്ച താഴത്തെയാണ് ഈ കേവ് എന്ന് പറഞ്ഞ സംഭവം. ഒറിജിനൽ സംഭവം ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങോട്ടേക്ക് കയറുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ ദൈവം, ഇതൊരു അടിപൊളി അത്ഭുത ലോകം കേട്ടോ. എന്ന സൂപ്പർ സ്ഥലം നോക്കിയേ. അന്നത്തെ പണ്ടത്തെ ഈ ശിലായോഗത്തിലെ രാജാക്കന്മാരൊക്കെ അവരുടെ കൊട്ടാരമാണ് കേട്ടോ ഇത്. എന്ന സെറ്റപ്പ് നോക്കിയേ. അന്നത്തെ അവരുടെ ലിപികളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ ചിത്രങ്ങളും പണ്ടുകാലത്ത് അവർ കൊത്തിവെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ. എന്തൊക്കെ സംഭവം ഇവിടുത്തെ ഇതാ ചക്രത്തിൻ്റെ മോഡല്.
അവിടെ ആളുകളെല്ലാം എന്തൊക്കെയോ നോക്കുന്നുണ്ടേ, പോയി നോക്കാം എന്നാ സംഭവം. ഇവിടെ അകാല ഗർത്തമാണ് ഈ ഭാഗത്ത്. അവിടെ കണ്ടോ? അമ്മേ എന്നാ ഒരു ഗർത്തമാണെന്നറിയോ. പണ്ടത്തെ ലാംഗ്വേജ് ഉണ്ടോ അവർ കൊത്തി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഹിന്ദി അക്ഷരങ്ങളൊക്കെ പോലെ ഉണ്ടാവും. സംഭവമാണ്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. അങ്ങ് താഴെ എന്നെ ഇറക്കാൻ നോക്കിക്കേ, വളരെ ഡീപ്പാണേ. അപ്പം ഞങ്ങൾ താഴെ കുറച്ചിങ്ങ് താഴെ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടം വരെ ഇറങ്ങി വന്നു കേട്ടോ. എങ്ങനെയോ ഇറങ്ങി വന്നു, ശരീരം കിടന്ന് വിറയ്ക്കുന്നുണ്ട്. കയറിപ്പോകുന്നത് എങ്ങനെയൊക്കെ പിടിച്ച് കയറി പോകാവേ. ഇറങ്ങി വരുമ്പോഴത്തേനും മുട്ടിൻ്റെ ഊപ്പാട് കത്തും. എൻ്റെ അമ്മേ ശരിക്കും മടുത്തു. താഴോട്ട് ഇറങ്ങി വരുന്നത് ശരിക്കും നല്ല ക്ഷീണമാണ്. ഇപ്പം നമ്മൾ പോയ കേവ് ഉള്ളത് ഇങ്ങ് തീരെ ഇവിടെയാണ്, ദൂരെ ഇവിടെയാണ്. ഈ വെള്ള പോലെ കാണുന്നത് അവിടെ ആളുകൾ നിൽക്കുന്നതാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊന്ന് വെറുതെ ഒന്ന് ഗുണ്ടൽപേട്ടിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം വല്ല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയെങ്കിൽ അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് നമുക്ക് തിരിച്ച് കൽപ്പറ്റയ്ക്ക് വരണം. ഓക്കെ, അപ്പോൾ ആ റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റാണ്. ജസ്റ്റ് നോക്കിക്ക്, ഇങ്ങോട്ട് നോക്കി കാണിച്ചു കേട്ടോ. പക്ഷെ നമുക്ക് വൈകുന്നേരം രാത്രി 9 മണിക്ക് മുമ്പ് ഈ മുത്തങ്ങ ഇവിടെ ഇപ്പം കഴിഞ്ഞ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ക്ലോസ് ചെയ്യണം. അല്ലേ 9 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ പറ്റില്ല. കൈ വെച്ചു അന്നേരം കിട്ടും. സൂപ്പർ ഏരിയ അല്ലേ. ഫോറസ്റ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക വൈബല്ലേ ഇവിടെ അല്ലേ. യൂറോപ്പിലെ പോലെ ഭംഗിയതല്ലേ. ഈ മരമൊക്കെ നട്ടുപിടിപ്പിച്ച പോലെ ഉണ്ടല്ലേ, പ്ലാന്റ് ചെയ്ത പോലെ. ഇഷ്ടംപോലെ തേക്കുണ്ടോ കേട്ടോ, നിറച്ചും തേക്കാം. റോഡാണെങ്കിലും നല്ല ക്ലീൻ റോഡ്. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. തൊട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന സൂര്യകാന്തി പൂക്കളാണ്. നമുക്ക് അടുത്ത് പോയി കാണാവേ. ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, തേനീച്ചയെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. തേൻ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടോ. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഓലൻ എന്നാണ് എൻ്റെ പേര് കേട്ടോ. കണ്ടോ, ഓലൻ എന്നാണ് പേര്. ഇവിടുത്തെ വളരെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പുട്ടാണ്. പുട്ട് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങളൊരു പുട്ടിൻ്റെ പകുതിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 പേരും കൂടെ ഷെയർ ചെയ്ത് നോക്കാം. ഒരു പുട്ടിൻ്റെ പകുതിക്ക് 500 രൂപയാണ്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞാൽ 4 പേർക്ക് നോക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ സെലിബ്രിറ്റീസ് മൊത്തം ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് പോയിട്ടുള്ളവരാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്, 100 കണക്കിന് ആളുകളുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമാ നടന്മാരും സ്പോർട്സ് താരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം ഉണ്ട് ഇവിടെ. ഇന്നലെ വൈകുന്നേരം എനിക്ക് എൻ്റെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് റൂമിൽ ഒന്ന് ഒറ്റ ഉറക്കമായിരുന്നു. പെട്ടെന്ന് തന്നെ ഉച്ചകൾ എഴുന്നേറ്റിട്ടില്ല, 2 പേരും ഇതാ കിടന്ന് ഉറങ്ങുന്നു. ഞാനിവിടത്തെ ഈ താഴത്തെ ബെഡിലാണ് കിടന്നത്.
നിലത്തെ ഒരു ചെറിയ ബെഡിട്ട് തന്നായിരുന്നു. ഞാൻ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി. ഇനിയിപ്പോൾ രാവിലെ ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോകണം. പിന്നെ നമ്മുടെ ഞാനിപ്പോൾ കൽപ്പറ്റ സൈഡിലാണ് ഉള്ളത്. കൽപ്പറ്റ സൈഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇന്ന് പോയി കാണണം. നല്ല ഉറപ്പായി. ഇന്നലെ മുഴുവൻ നനഞ്ഞ് നടന്നുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. രണ്ടുപേരും നല്ല ഉറക്കത്തില്ല. ഞാനിവിടെ കിടന്നു. ചെറിയൊരു കിച്ചൺ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മൾ വണ്ടിയെല്ലാം താഴെ പാർക്ക് ചെയ്തു. അത്യാവശ്യം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അഫോർഡബിൾ റേറ്റാണ്. പിന്നെ നമുക്ക് 4 പേര് കൂടി വന്നിട്ട് 1800 രൂപയായുള്ളൂ 4 പേർക്കുള്ള റൂം. ഇത്രയും സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടേ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അതിരാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പം എത്രയും പെട്ടെന്നൊന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ടൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ചെറിയൊരു കുളിയും കുളിക്കണം. അവിടെ ചൂടുവെള്ളമുണ്ട്. ചെറിയൊരു കുളിയും കുളിച്ച് ഈ ദിവസത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പിന്നെ ലോങ് ആയി പോകുമ്പം ഒത്തിരി വീഡിയോ കുറച്ച് അങ്ങോട്ട് ലോങ് ആയി പോവുക. അതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.